അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പോളിനോമിയൽസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ പോളിനോമിയൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പോളിനോമിയൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വെരി സിമ്പിളാണ്. നമുക്ക് 3 പോയിന്റുകളായി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ മോണോമിയലും തമ്മിലായിരിക്കും നമ്മൾ ഗുണിക്കുന്നത്. ഇതൊരു ചാൻസ് ആണ്. രണ്ടാമത്തെ ഒരു സാധ്യത മോണോമിയലും അതുപോലെ പോളിനോമിയലും. മോണോമിയൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ടേം ഉള്ളതെന്ന് അർത്ഥം. രണ്ടാമത്തെ സാധ്യത. മൂന്നാമത്തെ ഒരു സാധ്യത പോളിനോമിയലും തമ്മിൽ ഗുണിക്കുമ്പോൾ. പോളിനോമിയൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ബൈനോമിയൽ അടക്കമുള്ള പോളിനോമിയൽ, അതായത് ഒന്നിലധികം ടേമുകൾ ഉള്ളതിനെ പറ്റിയാണ് നമ്മളിവിടെ പോളിനോമിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ടേം ഉള്ളതിനെ കുറിച്ച് മോണോമിയൽ എന്നും ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ 3 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ മോണോമിയലും ഒരു ടേമുള്ള പോളിനോമിയലും തമ്മിൽ ഗുണിക്കുന്നു. രണ്ടാമത്തെ ഒരു സാധ്യത ഒരു ടേമുള്ള പോളിനോമിയലിനെ ഒന്നിലധികം ടേമുള്ള പോളിനോമിയലുമായി ഗുണിക്കുന്നു. മൂന്നാമത്തെ ഒരു സാധ്യത ഒന്നിലധികം ടേമുകളുള്ള പോളിനോമിയലിനെ ഒന്നിലധികം ടേമുകളുള്ള പോളിനോമിയലുമായി ഗുണിക്കുന്നു. നമുക്ക് ഇതിൽ ഓരോന്ന് വിശദീകരിക്കാം. ഒന്നാമത്തേത് മോണോമിയലും തമ്മിൽ ഗുണിക്കുന്നത്. അത് വെരി സിമ്പിൾ ആണ്. ഇപ്പോൾ ഉദാഹരണം 3 ഇവിടെ 3a ഗുണിക്കണം a² b² c². ഇപ്പോൾ ഇവിടെ രണ്ടും മോണോമിയലാണ്, രണ്ടിലും ഒരു ടേമുള്ളൂ. 3a എന്നതിൽ ഒറ്റ ടേം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടേമുകളെ വേർതിരിക്കുന്നത് പ്ലസ് ഓർ മൈനസ് ചിഹ്നമാണ്. ഇതിൽ പ്ലസും മൈനസ് ചിഹ്നം ഇല്ലാത്തത് കൊണ്ട് ഇത് ഒറ്റ ടേമാണ് 3a അല്ലേ. അതുപോലെ a² b² c² ഇതും ഒരു മോണോമിയലാണ്, കാരണം ഇതിലും ഒറ്റ ടേമുകളേ ഉള്ളൂ. അപ്പോൾ ഈ മോണോമിയലും ഗുണിക്കുമ്പോൾ വെരി സിമ്പിളാണ്. നമ്മൾ എന്താക്കുന്നു ആണ് ഗുണിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ രണ്ടിലുമുള്ള ന്യൂമറിക്കൽ കോഎഫിഷ്യന്റുകൾ ആദ്യം ഗുണിക്കുന്നു. ഇവിടെ 3 ഉണ്ട്, ഇതിൽ 1 ആണുള്ളത്, അവിടെ കാണാത്തത്. അപ്പോൾ 3ഉം 1ഉം ഗുണിച്ചാൽ 3, ആ 3നെ നമ്മൾ എടുത്തത്. അപ്പോൾ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റുകൾ തമ്മിൽ ഗുണിച്ചു. ഇനി ഇതിൽ ഈ വേരിയബിളിനോട് യോജിച്ച ഏതെങ്കിലും വേരിയബിൾ ഉണ്ടോ നോക്കിയാൽ മതി. ഇവിടെ എ ഉണ്ട്, ആ എക്ക് ഇവിടെ a² ഉണ്ട്. അപ്പോൾ എയും a² ഗുണിച്ചാൽ എ എന്ന് പറഞ്ഞാൽ a⁻1 എന്നാണ്, 1 ആയതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. അപ്പോൾ a⁻1 എന്നതും a² എന്നതും ഗുണിക്കുമ്പോൾ നമ്മൾ പണ്ട് ലോസ് ഓഫ് എക്സ്പോണൻസിന്റെ നിയമം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു a⁻m ഗുണിക്കണം a⁻n സമം a⁻m+n. അതായത് ബേസ് തുല്യമാണെങ്കിൽ എക്സ്പോണന്റുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിന്റെ ആൻസർ a⁻m ഗുണിക്കണം a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n എന്ന ഒരു ലോ ഓഫ് എക്സ്പോണന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. a⁻1 ഗുണിക്കണം a⁻2 എന്ന് പറഞ്ഞാൽ a⁻1+2 അല്ലേ. ഇതേപോലെ m+n എന്ന് പറഞ്ഞതുപോലെ എക്സ്പോണന്റുകൾ തമ്മിൽ കൂട്ടുന്നു. a⁻1+2 1 2 കൂട്ടിയാൽ 3, അപ്പോൾ ഇവിടെ a⁻3 എന്ന് എഴുതി. ഇനി ഇവിടെ ബിക്കും സിക്കും ടേമുകളില്ല, ഇവിടെ b² c² ഉണ്ട്. അതിന് നമ്മൾ അതേപോലെ ഇവിടെ എഴുതി b² c². അപ്പോൾ ഇതിന് ആൻസർ 3a³ b² c². മറ്റൊരു ഉദാഹരണം -5x × 2xy³. ഇത് രണ്ടും മോണോമിയലാണ്, കാരണം രണ്ടിലും ഓരോ ടേമുകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ന്യൂമറിക്കൽ കോഎഫിഷ്യന്റുകൾ തമ്മിൽ ഗുണിക്കുന്നു. -5ഉം 2ഉം ഗുണിച്ചാൽ -10 എന്ന് എഴുതി ആദ്യം. പിന്നെ എക്സ് ആണ് ഇവിടെ ഉള്ളത്. എക്സിനോട് ചോദിച്ച ഒരാൾ ഇവിടെ എക്സ് ഇവിടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ x x² അല്ലേ. എക്സും ഗുണിച്ചാൽ x² കിട്ടുക. ബാക്കി y³ ഇതിലുണ്ട്, ആ y³ എടുത്ത് എഴുതി. അപ്പോൾ -10x²y³. അപ്പോൾ മോണോമിയലും ഗുണിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. ഇനി മോണോമിയലും പോളിനോമിയലും തമ്മിൽ ഗുണിക്കുമ്പോൾ, ടു മൾട്ടിപ്ലൈ എ പോളിനോമിയൽ ബൈ എ മോണോമിയൽ, ഒരു പോളിനോമിയലിനെ മോണോമിയൽ കൊണ്ട് ഗുണിക്കുമ്പോൾ, ഉദാഹരണം x²y × -y² + 2xy + 1. ഇപ്പോൾ ഇതിൽ x²y എന്നതൊരു മോണോമിയലാണ്, ഇത് ഒറ്റ ടേമുള്ളൂ. ഇത് പോളിനോമിയലാണ്, കാരണം ഇതിൽ ഒരു ടേം, 2 ടേം, 3 ടേം ഉണ്ട്. അപ്പോൾ ഇത് മോണോമിയലാണ്, ഇത് പോളിനോമിയലാണ്, ഇത് 3 ടേം ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മോണോമിയലിനെ പോളിനോമിയലിലുള്ള ഓരോ ടേമുമായും ഗുണിക്കണം. അപ്പോൾ x²y ഗുണിക്കണം -y². ഇതാദ്യം ചെയ്യണം. മോണോമിയൽ കൊണ്ട് ഈ പോളിനോമിയലിലുള്ള ഓരോ ടേമിനെയും ഗുണിക്കണം. അപ്പോൾ x²y ഗുണിക്കണം -y². ആദ്യത്തെ ടേമിനെ നമ്മൾ ഗുണിച്ചു. ഇനി ഇവിടെ പ്ലസ് ചിഹ്നമാണല്ലോ, പ്ലസ് ഇട്ടു. പിന്നെ x²y ഗുണിക്കണം 2xy, x²y ഗുണിക്കണം 2xy അത് ചെയ്തു. പ്ലസ്
എക്സ് സ്ക്വയർ വൈ ഗുണിക്കണം 1 എക്സ് സ്ക്വയർ വൈ ഗുണിക്കണം 1. അപ്പോൾ മോണോമിയൽ കൊണ്ട് പോളിനോമിയലിലുള്ള ഓരോ ടേമുകൾ തമ്മിൽ ഗുണിക്കുന്നു. നമ്മളിതിന് നേരത്തെ ചെയ്തതുപോലെ ഇപ്പോൾ ഇവിടെ മോണോമിയലും മോണോമിയലും ഗുണിക്കാനുള്ളത് അല്ലേ. മോണോമിയലും മോണോമിയലും ഗുണിക്കുന്നു, മോണോമിയലും മോണോമിയലും ഗുണിക്കുന്നു, മോണോമിയലും മോണോമിയലും ഗുണിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ രണ്ട് ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് ഉണ്ട്. ഇവിടെ 1ഉം ഇവിടെ -1 ആണ്. അപ്പോൾ ആൻസർ -1 ആണ്. -1 ആകുമ്പോൾ 1 എഴുതൂല, മൈനസ് ചിഹ്നം മാത്രമേ ഇട്ടു. എക്സിന് ഇവിടെ ആളില്ലാത്തത് കൊണ്ട് എക്സ് സ്ക്വയറിന് അതേപോലെ എടുത്ത് എഴുതി. വൈ ഇവിടെ വൈയും ഉണ്ട്, ഇവിടെ വൈ സ്ക്വയറും ഉണ്ട്. വൈയും വൈ സ്ക്വയറും ഗുണിച്ചാൽ വൈ ക്യൂബ് ആവും. കാരണം വൈ എന്ന് പറഞ്ഞാൽ y⁻1 എന്നാണ്. നേരത്തെ പഠിച്ച a⁻m ഗുണിക്കണം a⁻n സമം a⁻m+n എന്ന എക്സ്പോണന്റിന്റെ ലോ ഉപയോഗിച്ചുകൊണ്ട് y⁻1 ഗുണിക്കണം y⁻2 സമം y⁻3. ഇവിടെ -y എന്നുള്ളിടത്ത് നമ്മൾ ഈ മൈനസ് നേരത്തെ കളയാൻ കാരണം ഇവിടെ -1 ന്യൂമറിക്കൽ കോഎഫിഷ്യന്റുകൾ തമ്മിൽ ഗുണിച്ചിട്ടുണ്ട്. ഇവിടെ 1 ആണ്, ഇവിടെ -1 ആണ്. 1ഉം -1 ഗുണിച്ചപ്പോൾ -1 ആൻസർ കിട്ടി. ആ -1 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ -1 ആകുമ്പോൾ 1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് ടേമുകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എക്സ് സ്ക്വയർ വൈ ഗുണിക്കണം 2xy. ഇവിടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ 2 1 ഗുണിക്കണം 2 കിട്ടി. ഇവിടെ എക്സ് സ്ക്വയറും ഉണ്ട്, ഇവിടെ x⁻1 ഉണ്ട്. എക്സ് സ്ക്വയർ ഗുണിക്കണം x⁻1 സമം എക്സ് ക്യൂബ് അല്ലേ. പിന്നെ y ഉണ്ട്, ഇവിടെ y ഉണ്ട്. y ഗുണിക്കണം y സ്ക്വയർ പ്ലസ് ഇത് ഒന്നുകൊണ്ട് ഗുണിക്കാനാണ്, സെയിം ആൻസർ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് 2x³ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ. അപ്പോൾ മോണോമിയലും പോളിനോമിയലും ഗുണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി മൾട്ടിപ്ലൈ ഈച്ച് ടേം ഓഫ് ദി പോളിനോമിയൽ ബൈ ദി മോണോമിയൽ. ആ പോളിനോമിയലിലുള്ള ഓരോ ടേമിനെയും ആ മോണോമിയൽ കൊണ്ട് ഗുണിക്കേണ്ടതാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി മൂന്നാമത്തെ ഒരു പറയാനുണ്ടായിരുന്നത് ടു മൾട്ടിപ്ലൈ എ പോളിനോമിയൽ ബൈ അനദർ പോളിനോമിയൽ. ഒരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയൽ കൊണ്ട് ഗുണിക്കുമ്പോൾ ഇപ്പോൾ തൊട്ടുമുകളിൽ പറഞ്ഞതുപോലെ ഓരോ പോളിനോമിയലിലുമുള്ള ഓരോ ടേമിനെയും മറ്റേ പോളിനോമിയലിലുള്ള ഓരോ ടേമുകളും ഗുണിക്കണം. വി മൾട്ടിപ്ലൈ ഈച്ച് ടേം ഓഫ് വൺ പോളിനോമിയൽ ബൈ ഈച്ച് ടേം ഓഫ് അതർ പോളിനോമിയൽ. ഒരു പോളിനോമിയലിലുള്ള ഓരോ ടേമിനെയും മറ്റേ പോളിനോമിയലിലുള്ള ഓരോ ടേം കൊണ്ടും ഗുണിക്കുന്നു. എന്നിട്ട് നമുക്ക് കിട്ടിയ ആൻസറിന് നമുക്ക് ലേക്ക് ടേംസുകളൊക്കെ ഉണ്ടെങ്കിൽ അവയെ ഒപ്പം കൊണ്ടുവന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 2n+3 എന്ന പോളിനോമിയലും n² - 3n+4 എന്ന പോളിനോമിയലും തമ്മിൽ ഗുണിക്കാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പോളിനോമിയലുള്ള ഓരോ ടേമിനെയും മറ്റേ പോളിനോമിയലുള്ള ഓരോ ടേമുമായിട്ട് ഗുണിക്കണം. ആദ്യം 2n ഗുണിക്കണം n² അല്ലേ. 2n ഗുണിക്കണം n² ചെയ്തു. അതിനുശേഷം 2n ഗുണിക്കണം -3n അതും ചെയ്തു. 2n ഗുണിക്കണം -3n. അതിനുശേഷം 2n ഗുണിക്കണം 4. 2n ഗുണിക്കണം 4. അതിനുശേഷം അടുത്ത ടേം എടുത്തു. ഈ പോളിനോമിയൽ അടുത്തുണ്ട് 3 ഗുണിക്കണം n². അതാണ് ഇവിടെ ചെയ്തത്. 3 ഗുണിക്കണം n². അതിനുശേഷം 3 ഗുണിക്കണം -3n. അതാണ് ഇവിടെ ചെയ്യുന്നത്. 3 ഗുണിക്കണം -3n. അതിനുശേഷം 3 ഗുണിക്കണം 4. അതാ 3 ഗുണിക്കണം 4. അതാ പറഞ്ഞത് ഒരു പോളിനോമിയലിലുള്ള ഓരോ പോളിനോമിയലിലുമുള്ള ഓരോ ടേമിനെയും മറ്റേ പോളിനോമിയലിലുള്ള ഓരോ ടേം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇനി ഇത് സിമ്പിളായി നമുക്ക് ചെയ്യാൻ കഴിയും. 2n ഗുണിക്കണം n². ഇവിടെ ആദ്യം ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് തമ്മിൽ ഗുണിക്കുന്നു. 2n ഗുണിക്കണം ഇവിടെ 1 ഉണ്ടാവും അല്ലേ. അപ്പോൾ 2 എന്ന് കിട്ടും. 2 ഗുണിക്കണം 1 2. n ഗുണിക്കണം n² n³ എന്ന് കിട്ടും. അത് കഴിഞ്ഞു. അതിന് ശേഷം 2 ഗുണിക്കണം ഇവിടുത്തെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 2 ആണ്. ഇവിടെ -3 ആണ്. 2 ഗുണിക്കണം -3 -6. അതിനുശേഷം n ഗുണിക്കണം n² കിട്ടി. ഇനി അടുത്ത ടേമുകൾ തമ്മിൽ ഗുണിക്കുന്നു. 2 ഗുണിക്കണം 4 8 കിട്ടി. അതുപോലെ ഇതിൽ n മാത്രമേ ഉള്ളൂ, n എന്ന് കിട്ടി. ഇവിടെ 3 ഗുണിക്കണം 1 3 എന്ന് കിട്ടി. അതുപോലെ n² എന്ന് മാത്രമേ ഉള്ളൂ, n² അവിടെ എടുത്ത് എഴുതി. അതിനുശേഷം 3 ഗുണിക്കണം -3 ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് നമ്മൾ ഗുണിക്കുന്നു. 3 ഗുണിക്കണം -3 -9. ഇത് n മാത്രമേ ഉള്ളൂ, ആ n എടുത്ത് എഴുതി. 3 ഗുണിക്കണം 4 12. അപ്പോൾ രണ്ട് പോളിനോമിയലിലുമുള്ള ഓരോ ടേമിനെയും മറ്റേ പോളിനോമിയലിലുള്ള ഓരോ ടേമുമായിട്ട് ഗുണിച്ചു. ഇനി ഇതിൽ ലേക്ക് ടേമുകൾ ഉണ്ടെങ്കിൽ അവകൾ തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. n³ ആണ്. 2n³ എന്ന ഒരു ടേമാണ് ഫസ്റ്റ് ഉള്ളത്. n³ ഉള്ള വേറെ ടേമുകൾ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അതിന് ലേക്ക് ടേംസ് ഇല്ലാത്തതിന് അതേപോലെ എടുത്തെഴുതി 2n³. അടുത്തത് -6n². n² മറ്റു ടേം ഇവിടെ 3n² ഉണ്ട്. അപ്പോൾ -6n²ഉം
3 പ്ലസ് 3 n സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിയാൽ നമ്മൾ കൂട്ടാൻ പഠിച്ചിട്ടുണ്ട്. ആദ്യം ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് തമ്മിൽ കൂട്ടുന്നു. -6ഉം 3ഉം കൂട്ടിയാൽ -3 അല്ലേ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിനെ ചിഹ്നിട്ടാൽ -3. n സ്ക്വയർ അതേപോലെ എടുത്തെഴുതും, കാരണം ലൈക്ക് ടേംസുകൾ തമ്മിൽ കുറക്കുമ്പോൾ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് തമ്മിൽ കുറച്ച് വേരിയബിൾസിനെ അതേപോലെ എടുത്തെഴുതാണ്. അപ്പോൾ n സ്ക്വയർ എന്ന് എഴുതി. അതിനുശേഷം ഇവിടെ 8n ഉണ്ട്, -9n ഉണ്ട്. അപ്പോൾ ഇതും രണ്ടും ലേക്ക് ടേംസുകളാണ്. 8n എന്നതും -9n ലേക്ക് ടേംസുകളാണ്. ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് തമ്മിൽ കുറക്കുന്നു. 8ൽ നിന്ന് 9 പോയാൽ -1, പിന്നെ n അതേപോലെ എടുത്തെഴുതി. -1 ആകുമ്പോൾ ഒന്നും നമ്മൾ എഴുതാറില്ല, അതുകൊണ്ടാണ് -n എന്ന് എഴുതാൻ കാരണം. ബാക്കി ഇവിടെ +12 എന്നുണ്ട്, ആ +12നെ അതേപോലെ എടുത്തെഴുതി. അപ്പോൾ ഇതിന് ഫൈനൽ ആൻസർ 2n³ - 3n² - n + 12. അപ്പോൾ ഈ രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ എഴുതുമ്പോൾ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു അറേഞ്ച് ബോത്ത് ദി പോളിനോമിയൽസ് ഇൻ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് പവേഴ്സ് ഓഫ് ദി വേരിയബിളിൻ്റെ ഒന്നിക്കലോ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പവറുകൾ ഇങ്ങനെ ആ രീതിയിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ആദ്യം n³, പിന്നെ n-ൻ്റെ അടുത്ത 2n², പിന്നെ n⁻1, ഇവിടെ n⁻0. ആ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ശുക്രൻ. അസ്സലാമു അലൈക്കും.